ഇസ്രായേൽ എന്ന രാഷ്ട്രം സ്ഥാപിതമായതിനു ശേഷം ഇസ്രായേലിൽ സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഹോശയ പ്രവാചകന്റെ പുസ്തകത്തിലെ 4-ാം അധ്യായം മുതൽ കാണാൻ സാധിക്കും. അവർ ആണയിടുന്നു, ഭോഷ്ക് പറയുന്നു, കുല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു, അതിലെ സകല നിവാസികളും ക്ഷീണിച്ചു പോകുന്നു. യെശയ്യാവ് 3:8 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ യെരുശലേമിനെ സോദോമിനോട് തുല്യമാക്കി പറഞ്ഞിരിക്കുന്നു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സോദോമിലുണ്ടായിരുന്ന സകല പാപങ്ങളും, അതായത് വിഗ്രഹാരാധന, സ്വവർഗാനുരാഗം, കൊലപാതകം, അക്രമങ്ങൾ, അങ്ങനെ എല്ലാം ഇപ്പോൾ ഇസ്രായേൽ അഥവാ യെരുശലേമിലുണ്ട്. യെശയ്യാവ് 3:9 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. അവർ സോദോം പോലെ തങ്ങളുടെ പാപത്തെ പരസ്യമാക്കുന്നു, അതിനെ മറയ്ക്കുന്നതുമില്ല. അവർക്ക് അയ്യോ കഷ്ടം, അവർ തങ്ങൾക്കു തന്നെ ദോഷം വരുത്തുന്നു. അതുകൊണ്ട് ദൈവം ഹോശയ 8:13 മുതൽ 14 വരെ പറഞ്ഞിരിക്കുന്നത് പോലെ അവരുടെ പട്ടണങ്ങളിൽ തീ അയക്കും, അത് അവയിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും.